നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തൃശൂരിൽ. പണം തന്നില്ലെങ്കിൽ ഔട്ട്ലെറ്റുകൾ പൂട്ടിയിടും, സർക്കാരിന് മുന്നറിയിപ്പുമായി സപ്ലൈകോ. കുട്ടി കർഷകന്റെ വീട്ടിൽ ആശ്വാസവുമായി എത്തി മന്ത്രിമാർ. മണിപ്പൂരിൽ അക്രമത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു, 5 ജില്ലകളിൽ നിരോധനാജ്ഞ. രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ല, വീഞ്ഞ് കേക്ക് പ്രയോഗം പിൻവലിക്കുന്നുവെന്ന് സജി ചെറിയാൻ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. തൃശൂരിൽ നാളെയാണ് മോദിയുടെ റോഡ് ഷോ സംഘടിപ്പിക്കുന്നത്. സ്വരാജ് റൗണ്ടിൽ റോഡ് ഷോയും തുടർന്ന് തേക്കിൻകാട് മൈതാനിയിൽ മഹിളാ സമ്മേളനവുമാണ് പ്രധാനമന്ത്രിയുടെ പൊതുപരിപാടികൾ. പ്രധാനമന്ത്രി വരുന്നതിന്റെ ഒരുക്കങ്ങൾക്കൊപ്പം തൃശൂരിലെ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുള്ള സുരേഷ് ഗോപിക്കായുള്ള ചുമരെഴുത്തും തുടങ്ങി. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. നാളെ ഉച്ചയ്ക്ക് 2 മണിയോടെ പ്രധാനമന്ത്രി തൃശൂരിലെത്തും. ജില്ലാ ആശുപത്രി മുതൽ നായ്ക്കനാൽ വരെ റോഡ് ഷോ നയിക്കും. 1.5 കിലോമീറ്ററോളമാണ് റോഡ് ഷോ. തുടർന്ന് 3 മണിക്കാണ് മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കുക. മഹിളകൾക്ക് മാത്രമേ സമ്മേളനത്തിൽ പ്രവേശനമുള്ളൂ. മഹിളാ സമ്മേളനത്തിൽ പാർട്ടി പ്രവർത്തകരായ വനിതകൾക്ക് പുറമെ വിവിധ മേഖലകളിൽ നിന്നുള്ള വനിതകൾ പങ്കെടുക്കും. ബീന കണ്ണൻ, ഡോക്ടർ MS സുനിൽ, വൈക്കം വിജയലക്ഷ്മി, ഉമാ പ്രേമൻ, മറിയക്കുട്ടി, മിന്നുമണി, ശോഭന എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടും. വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിക്കുള്ള അഭിവാദ്യമാണ് സമ്മേളനം. പുതുവത്സര ദിനത്തിൽ ജപ്പാനെ ഭീതിയിലാഴ്ത്തിയ ശക്തമായ ഭൂകമ്പത്തിൽ 12 പേർ മരിച്ചതായി റിപ്പോർട്ട്. ജപ്പാൻ കടലോരത്തെ ഇഷിക്കാവ പ്രീഫെക്ചറിലെ നോത്തോയിൽ പ്രാദേശിക സമയം തിങ്കളാഴ്ച വൈകിട്ട് 4:10 7.6 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനമാണുണ്ടായത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിനിടെ ചൊവ്വാഴ്ച പുലർച്ചെയും ഭൂചലനമുണ്ടായി. തുടർച്ചയായ 155 ഭൂചലനങ്ങൾ ഉണ്ടായെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 5 മീറ്ററിലേറെ ഉയരത്തിൽ തിരമാലയടിക്കുന്ന വൻ സുനാമി ഉണ്ടാകുമെന്ന് ജപ്പാന്റെ കാലാവസ്ഥാ ഏജൻസി ആദ്യം മുന്നറിയിപ്പ് നൽകിയെങ്കിലും പിന്നീട് അതിന്റെ തീവ്രത 3 മീറ്ററായി താഴുകയായിരുന്നു. തിങ്കളാഴ്ചയുണ്ടായ ഭൂകമ്പത്തിൽ 1.2 മീറ്റർ ഉയരത്തിലാണ് തിരമാലയടിച്ചത്. ഭൂകമ്പ മാപ്പിംഗിൽ 7.6 തീവ്രത രേഖപ്പെടുത്തിയ ചലനത്തിൽ വീടുകൾ തകരുകയും തീപിടുത്തമുണ്ടാവുകയും ചെയ്തു. സമീപത്തെ വലിയ തുറമുഖത്തിന് തീപിടിക്കുകയും റോഡുകൾ വിണ്ടുകീറിയിട്ടുമുണ്ട്. 5 മീറ്ററിലേറെ ഉയരത്തിൽ തിരമാലയടിക്കുന്ന വൻ സുനാമി ഉണ്ടാകുമെന്ന് ജപ്പാന്റെ കാലാവസ്ഥാ ഏജൻസി ആദ്യം മുന്നറിയിപ്പ് നൽകിയെങ്കിലും പിന്നീട് അതിന്റെ തീവ്രത 3 മീറ്ററായി താഴ്ത്തി. ആണവ നിലയങ്ങൾ സുരക്ഷിതമാണെന്ന് സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നു. ദുരന്തത്തിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും ആളപായമുണ്ടായതായും ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിൻഡ ചൊവ്വാഴ്ച പറഞ്ഞു. കെട്ടിടങ്ങൾ തകരുകയും തീപിടിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ദുരന്തത്തിൽ അകപ്പെട്ടവരെ പുറത്തെത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് രക്ഷാപ്രവർത്തകർ. പ്രധാന റോഡുകളും ദേശീയ പാതകളുമടക്കം സഞ്ചാരയോഗ്യമല്ലാത്തത് സൈന്യത്തിന്റെയും മറ്റ് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. 33,000 കുടുംബങ്ങൾ വൈദ്യുതിയില്ലാതെ ഇരുട്ടിലാണ്. ഭൂചലനത്തിൽ രാജ്യത്തെ മെട്രോ സ്റ്റേഷനുകളടക്കം തകരുന്നതിന്റെയും റോഡുകൾ വിണ്ടുകീറിയതിന്റെയും ഉൾപ്പെടെ നടക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. UAE സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ മൂന്നാറിലോ വാഗമണിലോ ടൂറിസം ടൗൺഷിപ്പ് നടപ്പാക്കാനുള്ള പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ അനുമതി തേടി സംസ്ഥാന സർക്കാർ. വിദേശ രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ അനുമതി അനിവാര്യമാണ്. ഇത് കണക്കിലെടുത്താണ് കേന്ദ്ര അനുമതി തേടുന്നത്. പദ്ധതി ഇപ്പോൾ പ്രാരംഭ ദിശയിലാണ്. മുഖ്യമന്ത്രിയുമായി UAE അംബാസിഡർ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. മുഖ്യമന്ത്രി ഈ നിർദ്ദേശം ചീഫ് സെക്രട്ടറിക്ക് കൈമാറുകയായിരുന്നു. തുടർന്ന് കഴിഞ്ഞ മാസം ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിലാണ് പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. UAE സർക്കാർ പദ്ധതിയോട് താൽപ്പര്യം കാട്ടിയിട്ടുണ്ടെങ്കിലും നിക്ഷേപിക്കുന്നത് സ്വകാര്യ വ്യക്തികളോ സ്ഥാപനങ്ങളോ ആകാൻ സാധ്യതയുണ്ട്. നിക്ഷേപം ഏതു തരത്തിലായിരിക്കുമെന്നത് സംബന്ധിച്ച് ഇതുവരെ സർക്കാരിന് വ്യക്തത വന്നിട്ടില്ല. നിക്ഷേപത്തിൻ്റെ സ്വഭാവം വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് UAE സർക്കാരിനോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടും. അതേസമയം പദ്ധതിക്ക് പിന്നിൽ ബെനാമി ഇടപാടാണെന്ന സംശയം ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ ഉയർന്നിട്ടുണ്ട്. പരിസ്ഥിതി സൗഹൃദ പദ്ധതി എന്ന തരത്തിലാണ് ടൗൺഷിപ്പ് നടപ്പാക്കാൻ ആലോചിക്കുന്നതെങ്കിലും
ഒട്ടേറെ പരിസ്ഥിതി ഇളവുകൾ സർക്കാർ ചെയ്തു കൊടുക്കേണ്ടി വരും. മുൻപ് UAE സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടെ എന്ന പേരിൽ കേരളത്തിൽ നടപ്പാക്കിയ പദ്ധതികൾ കമ്പനികളുടെയും വ്യക്തികളുടെയും ഫണ്ടിംഗ് ആണെന്ന് വൈകിയാണ് ബോധ്യപ്പെട്ടത്. ഇടുക്കിയിൽ കുട്ടിക്കർഷകരായ കിഴക്കേപ്പറമ്പിൽ മാത്യുവിന്റെയും ജോർജിന്റെയും കറവ പശുക്കൾ അടക്കം 13 കന്നുകാലികൾ വിഷബാധയേറ്റ് ചത്ത സംഭവത്തിൽ ആശ്വാസവുമായി മന്ത്രിമാരായ ജെ ചിഞ്ചുറാണിയും റോഷി അഗസ്റ്റിനുമെത്തി. മാത്യുവിന്റെയും ജോർജിന്റെയും വീട്ടിലെത്തിയ മന്ത്രിമാർ 5 പശുക്കളെ ഇവർക്ക് നൽകുമെന്ന് അറിയിച്ചു. കുട്ടിക്കർഷകർക്ക് എല്ലാ സഹായവും നൽകുമെന്ന് മന്ത്രി ചിഞ്ചുറാണി ഉറപ്പു നൽകി. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇൻഷുർ ചെയ്ത 5 പശുക്കളെ കുട്ടിക്കർഷകർക്ക് നൽകുമെന്ന് പറഞ്ഞ മന്ത്രി 3 പശുക്കൾക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 15,000 വീതമുള്ള ധനസഹായം, കേരള ഫീഡ്സിൻ്റെ 1 മാസത്തെ കാലിത്തീറ്റ കൂടാതെ മിൽമയുടെ ഭാഗത്തു നിന്നും സഹായമുണ്ടാകുമെന്നും അറിയിച്ചു. തുടർന്നും കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാവിധ പിന്തുണയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് മന്ത്രി മാത്യുവിനും കുടുംബത്തിനും ഉറപ്പു നൽകി. ബ്ലോക്ക്, പഞ്ചായത്ത്, ജില്ലാ തലങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു സഹായ പദ്ധതി മാത്യുവിന് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കൃഷി വിപുലീകരിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങളും മന്ത്രി മാത്യുവുമായി പങ്കുവച്ചു. ഞായറാഴ്ച വൈകിട്ട് തീറ്റയായി നൽകിയ കപ്പത്തോലിയിൽ നിന്ന് വിഷബാധയേറ്റാണ് പശുക്കളെല്ലാം ചത്തതെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കണ്ടെത്തൽ. ചത്ത കന്നുകാലികളെ ഫാമിന് സമീപമെടുത്ത ഒറ്റക്കുടിയിൽ സംസ്കരിച്ചു. പശുക്കളെ ഇൻഷുർ ചെയ്തിരുന്നില്ല. 10 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കുന്നത്. മണിപ്പൂരിലെ ഇംഫാൽ താഴ്വരയിൽ പുതുവർഷ ദിനത്തിൽ തീവ്രവാദികൾ നടത്തിയ വെടിവയ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു, 14 പേർക്ക് പരിക്കേറ്റു. തൗബാലിലെ മേത്തൈ മുസ്ലിം മേഖലയായ ലിലോങ്ങിൽ പോലീസ് യൂണിഫോമിലെത്തിയ തീവ്ര മേത്തൈ സംഘടനകളിലെ ആയുധധാരികൾ ജനക്കൂട്ടത്തിനു നേരെ യന്ത്രത്തോക്കുകൾ ഉപയോഗിച്ച് വെടിയുതിർക്കുകയായിരുന്നു. ഇംഫാൽ താഴ്വരയിൽ അനിശ്ചിതകാല കർഫ്യൂ ഏർപ്പെടുത്തി. മണിപ്പൂരിൽ ചോരക്കളമായി പുതുവർഷം. ക്ഷുഭിതരായ ജനക്കൂട്ടം ആക്രമണങ്ങളുടെ 2 വാഹനങ്ങൾക്ക് തീയിട്ടു. ഇംഫാൽ താഴ്വരയിൽ അനിശ്ചിതകാല കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കലാപത്തിൽ പങ്കാളികളല്ലാത്ത പങ്കൽ വിഭാഗക്കാർക്കു നേരെ പ്രത്യക്ഷമായ ആക്രമണമുണ്ടാകുന്നത് ആദ്യമാണ്. കലാപത്തിൽ പങ്കാളികളായ കുക്കി, മേത്തൈ വിഭാഗക്കാരുമായി നല്ല ബന്ധത്തിലായിരുന്നു പങ്കലുകൾ. കൊള്ളയ്ക്കായി എത്തിയ ഭീകര സംഘത്തെ എതിർത്തവരെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് സൂചന. കഴിഞ്ഞ വർഷം മെയ് 3 ആരംഭിച്ച വംശീയ കലാപത്തിൽ 200-ൽ അധികം പേർ ഇതിനകം കൊല്ലപ്പെട്ടു. 1,00,000-ലധികം പേർ ഭവനരഹിതരായി. കുടിശ്ശികയിൽ 1/3 അടിയന്തരമായി അനുവദിച്ചില്ലെങ്കിൽ ഔട്ട്ലെറ്റുകൾ അടച്ചിടേണ്ടി വരുമെന്ന് സർക്കാരിന് മുന്നറിയിപ്പ് നൽകി സപ്ലൈകോ. വിലവർധനയെക്കുറിച്ച് പഠിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്നേക്കും. വിപണിയിൽ വില മാറുന്നതിന് അനുസരിച്ച് സബ്സിഡി നിരക്ക് ഇടയ്ക്കിടെ പുനഃപരിശോധിക്കും വിധമാണ് പുനഃസംഘടനയെന്നാണ് വിവരം. 2016 മുതൽ വിവിധ ഘട്ടങ്ങളിലായി വിപണിയിൽ ഇടപെട്ട വകയിൽ 1600 കോടിയോളം കുടിശ്ശികയാണ് സപ്ലൈകോക്കുള്ളത്. 800 കോടിയിലധികം കുടിശ്ശികയായതോടെ സ്ഥിരം കരാറുകാർ ആരും ടെൻഡറിൽ പോലും പങ്കെടുക്കുന്നില്ല. ക്രിസ്തുമസ്, പുതുവത്സര വിപണിയിലടക്കം കടുത്ത പ്രതിസന്ധി നേരിട്ട സപ്ലൈകോ ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാനാകില്ലെന്ന നിലപാടിലാണ്. പണമില്ലാ പ്രതിസന്ധിയുടെ ആഴം പറഞ്ഞതിന് അപ്പുറം അടിയന്തരമായി 500 കോടിയെങ്കിലും അനുവദിച്ചേ തീരൂ എന്ന് മുഖ്യമന്ത്രിയെ വകുപ്പ് മന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെ അവശ്യ സാധനങ്ങളുടെ വിലവർധന പഠിച്ച കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ്. UDF കാലത്തുണ്ടായിരുന്ന പരമാവധി 25% സബ്സിഡിയിൽ കുറയാത്ത വില ക്രമീകരണമാണ് പരിഗണിക്കുന്നതെന്നാണ് സൂചന. നിലവിലുള്ളത് 50%-മാണ്. മാത്രമല്ല, വിപണിയിലെ വില വ്യത്യാസത്തിനനുസരിച്ച് അതാത് സമയത്ത് സബ്സിഡി പുനഃക്രമീകരിക്കാനും ശുപാർശയുണ്ട്. കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് സബ്സിഡി ഏർപ്പെടുത്തുന്നതും ഔട്ട്ലെറ്റുകളെ ജനപ്രിയമാക്കാനുമുള്ള നിർദ്ദേശങ്ങളിലും സർക്കാർ നിലപാടായിരിക്കും അന്തിമം. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച ഭാരതീയ ന്യായ സംഹിത 2-ലെ വകുപ്പ് 226 നിരാഹാര സത്യാഗ്രഹ സമരത്തെ ക്രിമിനൽ കുറ്റമാക്കി മാറ്റും. ഇതുപ്രകാരം മരണം വരെ നിരാഹാര സമരം നടത്തുന്നവർക്കെതിരെ കേസെടുക്കാനാകുമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. 1 വർഷം വരെ സാധാരണ തടവോ അതല്ലെങ്കിൽ പിഴയോ, രണ്ടും കൂടിയോ അതല്ലെങ്കിൽ സാമൂഹിക സേവനത്തിനോ ശിക്ഷിക്കാവുന്ന വകുപ്പാണിത്. ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിനായി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്തതാണ് നിരാഹാര സത്യാഗ്രഹ സമരം.
ലോകം അംഗീകരിച്ച ഈ സമരമാർഗത്തെയാണ് ഭാരതീയമെന്ന് അവകാശപ്പെടുന്ന പുതിയ നിയമം കുറ്റകരമായി മാറ്റുന്നത്. നിരാഹാര സമരം നടത്തുന്നവരുടെ പേരിൽ ആത്മഹത്യാ ശ്രമത്തിനെതിരായ IPCയിലെ വകുപ്പ് 309 പ്രകാരം മുമ്പ് കേസെടുത്തിരുന്നു. എന്നാൽ ഇത്തരത്തിൽ കേസെടുക്കാനാകില്ലെന്ന് രാമമൂർത്തി കേസിൽ 1992 തമിഴ്നാട് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഈ വകുപ്പ് തന്നെ ഒഴിവാക്കണമെന്ന് സുപ്രീം കോടതിയും 2 തവണ ലോ കമ്മീഷനും നിർദ്ദേശിച്ചതുമാണ്. ലോ കമ്മീഷന്റെ 42-ാം റിപ്പോർട്ടിലും 210-ാം റിപ്പോർട്ടിലുമാണ് IPCയിലെ 309-ാം വകുപ്പ് റദ്ദ് ചെയ്യണമെന്ന് ശുപാർശ ഉണ്ടായിരുന്നത്. 1978 മൊറാർജി ദേശായി സർക്കാർ ഇതിനായി ബില്ലും കൊണ്ടുവന്നു. എന്നാൽ അത് ലോക്സഭ പാസാക്കുന്നതിന് മുൻപ് സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തായി. 1994 സുപ്രീം കോടതി IPCയിലെ വകുപ്പ് 309 നിയമപരമായി നിലനിൽക്കില്ലെന്ന് പറഞ്ഞെങ്കിലും 1996 വകുപ്പിന്റെ ഭരണഘടനാ സാധുത ശരിവച്ചു. എന്നാൽ 2011 അരുണ രാമചന്ദ്ര ഷാൻബാഗ് കേസിൽ സുപ്രീം കോടതി ആത്മഹത്യാശ്രമം കുറ്റകരമാക്കിയത് ഒഴിവാക്കണമെന്ന് പാർലമെന്റിനോട് ശുപാർശ ചെയ്തു. ഇതിനിടയിലാണ് നിരാഹാര സത്യാഗ്രഹ സമരത്തെ ക്രിമിനൽ കുറ്റമാക്കി മാറ്റാൻ കഴിയും വിധം പുതിയ നിയമം പാസാക്കിയിരിക്കുന്നത്. കോടതിയുടെ അനുമതിയോടെ കേസെടുക്കാനാണ് നിയമം അനുവദിക്കുന്നത്. എറണാകുളത്തെ നവകേരള യാത്രയ്ക്കിടെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിന് അറസ്റ്റിലായ കോൺഗ്രസുകാർക്ക് ജാമ്യം അനുവദിച്ച് മജിസ്ട്രേറ്റ് കോടതി. സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് നടത്തിയ സമ്മർദ്ദങ്ങൾ പൊളിഞ്ഞുവെന്ന് നേതാക്കൾ പ്രതികരിച്ചു. 7 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കാണ് മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിച്ചത്. നേരത്തെ മുഖ്യമന്ത്രി പോയ ശേഷം ജാമ്യം അനുവദിക്കുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു. പിന്നീട് CPM നേതാക്കൾ ഇടപെട്ടതോടെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞതെന്നും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയതെന്നും ജാമ്യം കിട്ടിയ ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതികരിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കോൺഗ്രസ് നേതാക്കൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നു. രാത്രി വൈകിയും MP ഹൈബി ഈഡൻ, MLA-മാരായ ഉമാ തോമസ്, TJ വിനോദ് എന്നിവർ പ്രവർത്തകർക്കൊപ്പം പ്രതിഷേധത്തിൽ പങ്കുചേർന്ന് കുത്തിയിരുന്നിരുന്നു. നവകേരള സദസ്സിനെതിരെ ശക്തമായ സമരം ഇന്നുണ്ടാകുമെന്ന് നേതാക്കൾ പ്രഖ്യാപിച്ചു. നവകേരള സദസ്സിന് അന്ത്യകൂദാശ നടത്തുമെന്ന് DCC പ്രസിഡന്റ് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വിട്ടയച്ചതോടെ ഈ സമരം അവസാനിച്ചതായ ഹൈബി ഈഡൻ MP അറിയിച്ചു. തല്ലാൻ വന്നാൽ കൈകാര്യം ചെയ്യുമെന്ന് വെല്ലുവിളിച്ചായിരുന്നു കോൺഗ്രസ് പ്രതിഷേധം. നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാർ സ്റ്റേഷനിൽ തള്ളിക്കയറിയിരുന്നു. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചതോടെ പാലാരിവട്ടം സ്റ്റേഷൻ പരിസരത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. തുടർന്ന് യാത്രക്കാരും പ്രവർത്തകരുമായി വാക്കേറ്റമുണ്ടായി. സ്ഥലത്ത് പോലീസും പ്രവർത്തകരും തമ്മിലെ തർക്കം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ സ്ഥലത്ത് കൂടുതൽ പോലീസുകാരെ എത്തിച്ചു. പ്രതിഷേധക്കാർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. എറണാകുളത്ത് ഇന്നലെ നടന്ന നവകേരള യാത്രയ്ക്ക് നേരെ കരിങ്കൊടി കാണിച്ച 7 പേരെയായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊച്ചി പാലാരിവട്ടത്തും മുളന്തുരുത്തിയിലുമാണ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി വീശിയത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ ജാമ്യത്തിൽ വിടണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് എറണാകുളം ജില്ലയിൽ മാറ്റിവെച്ച 4 മണ്ഡലങ്ങളിലെ നവകേരള സദസ്സാണ് ഇപ്പോൾ നടത്തുന്നത്. രാജ്യത്തെ ആണവ കേന്ദ്രങ്ങളുടെയും റിയാക്ടറുകളുടെയും വിവരങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം കൈമാറിയതായി വ്യക്തമാക്കി വിദേശകാര്യ മന്ത്രാലയം. ഓരോ വർഷവും വിവരങ്ങൾ കൈമാറണമെന്ന കരാറിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇന്ത്യയിലുള്ള ആണവ റിയാക്ടറുകളുടെ വിവരങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനിലുള്ള ആണവ റിയാക്ടറുകളുടെ വിവരങ്ങൾ പാകിസ്ഥാനും പരസ്പരം കൈമാറണമെന്നാണ് കരാർ. രാജ്യത്ത് എവിടെയെല്ലാമാണ് ആണവ റിയാക്ടർ ഉള്ളതെന്ന വിവരങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും എല്ലാ വർഷവും പുതുവർഷത്തിൽ പരസ്പരം കൈമാറാറുണ്ട്. 1988 ഡിസംബർ 31 ആണവ വിവരങ്ങൾ കൈമാറുന്നത് സംബന്ധിച്ച കരാർ ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ചത്. ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവെച്ചെങ്കിലും 1991 ജനുവരി 27 നടപ്പാക്കാൻ തീരുമാനിച്ചത്. തുടർന്ന് 1992 ആദ്യമായി വിവരങ്ങൾ കൈമാറി. 33-ാം തവണയാണ് രാജ്യത്തെ ആണവ റിയാക്ടറുകളുടെ വിവരങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും കൈമാറുന്നത്. എന്നാൽ ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു വിവരങ്ങൾ കൈമാറാറില്ല. 1974 ആദ്യമായി ആണവ പരീക്ഷണം നടത്തി ഇന്ത്യ ആണവ ശക്തിയായി മാറുന്നത്.
തൊട്ടു പിന്നാലെ പാകിസ്ഥാനും ആണവ പരീക്ഷണം നടത്തി. രണ്ട് രാജ്യങ്ങളിലും കരാർ നിലവിൽ വന്നതിനു ശേഷവും പരീക്ഷണങ്ങൾ നടന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരായ പ്രസ്താവനയിൽ വിശദീകരണവുമായി മന്ത്രി സജി ചെറിയാൻ. മണിപ്പൂർ സംബന്ധിച്ച കാര്യത്തിലെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കിയ സജി ചെറിയാൻ വീഞ്ഞ്, കേക്ക് തുടങ്ങിയ പ്രസംഗത്തിലെ പ്രയോഗങ്ങൾ പിൻവലിക്കുന്നുവെന്നും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ബിഷപ്പുമാർക്കെതിരായ പ്രസ്താവനയിൽ പ്രതിഷേധമുയരുന്ന സാഹചര്യത്തിലാണ് വിശദീകരണവുമായി സജി ചെറിയാൻ രംഗത്തെത്തിയത്. ക്രൈസ്തവർക്ക് നേരെ കഴിഞ്ഞ വർഷം 700ഓളം ആക്രമണങ്ങൾ നടന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് അക്രമം കൂടുതൽ നടന്നത്. BJP ഭരിച്ച 9 വർഷം കൊണ്ട് ആക്രമണത്തിൻ്റെ നിരക്ക് കുത്തനെ വർദ്ധിച്ചു. ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ കണക്കിൽ ഇന്ത്യ 9ാമതാണ്. മണിപ്പൂരിലെ സംഘർഷം തടയുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയമാണെന്നും സജി ചെറിയാൻ പറഞ്ഞു. മോദി മണിപ്പൂർ സന്ദർശിക്കുകയോ പാർലമെൻറ്റിൽ പ്രസ്താവന നടത്തുകയോ ചെയ്തില്ല. സംഘർഷം ഒഴിവാക്കാൻ നടപടി ഉണ്ടായില്ലെന്നും മന്ത്രി വിമർശിച്ചു. മുസ്ലിം സമുദായങ്ങൾക്കെതിരെയും ആക്രമണം തുടർക്കഥയാണെന്നും സജി ചെറിയാൻ പറഞ്ഞു. ഇതിനെതിരെ ഒന്നിച്ച് പ്രതികരിക്കണമെന്നാണ് പറഞ്ഞതെന്ന് സജി ചെറിയാൻ വിശദീകരിച്ചു. ന്യൂനപക്ഷങ്ങൾക്കും ആരാധനാലയങ്ങൾക്കുമെതിരെ തുടർച്ചയായി നടക്കുന്ന ആക്രമണങ്ങളിൽ നിലപാട് പറയാത്തത് എന്തെന്നും അദ്ദേഹം ചോദിച്ചു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ഓൺലൈൻ സന്ദർശിക്കുക. നന്ദി.